ഹലോ മച്ചാമാരെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ ബെൽറ്റ് വാർപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം ഡാം പ്രൂഫൊക്കെ അടിച്ചു. ഡാം പ്രൂഫെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം മണ്ണ് വന്നു. അങ്ങനെ മണ്ണ് വന്ന് നമ്മുടെ ഹിറ്റാച്ചി കൊണ്ട് സെറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ പ്ലോട്ടിലിടാനായിട്ട് 5 ലോഡ് മണ്ണും പിന്നെ കൂടാതെ ഇതിനടുത്തുള്ള എല്ലാ മണ്ണൂടെ ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അതും നമ്മുടെ എന്താ പറയുക, ചെങ്കല്ല് പൊടിയാണ് കേട്ടോ. ചെങ്കല്ല് പൊടിച്ച രീതിയിലുള്ള മണ്ണാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ തനി ചുമന്ന മണ്ണാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 5 ലോഡോളം മണ്ണായി. അങ്ങനെ മണ്ണായി ഹിറ്റാച്ചിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂറിന് 1800 രൂപയാണ് വിത്ത് ബാറ്റ അടക്കം ഹിറ്റാച്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഹിറ്റാച്ചി കൊണ്ടുവരുന്ന വണ്ടിക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പ്ലോട്ടെല്ലാം ഇനിയിപ്പോൾ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മണ്ണ് കൊണ്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കട്ടള വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കട്ടള വയ്ക്കാനായിട്ടൊരു ഡേറ്റൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതി മതപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് കട്ടളയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ബന്ധുക്കാരെയെല്ലാം വിളിച്ചായിരിക്കും കട്ടളയൊക്കെ വെക്കുന്നത്. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കുറ്റി അടിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനെ മാത്രം വിളിച്ച് കട്ടള വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെ ഈ ഒരു സ്റ്റേജ് വരെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 ലോഡ് മണ്ണ് വേണ്ടി വന്നു. ബാക്കിയുള്ള മണ്ണെല്ലാം അവിടെ പ്ലോട്ടിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ആ പ്ലോട്ടിൽ കിടക്കുന്ന മണ്ണെല്ലാം ഒന്നും കൂടി നമ്മൾ കൈക്കോട്ട് വെച്ചൊന്ന് സെറ്റൊക്കെ ആക്കി എടുത്തിട്ടു. അപ്പോൾ ഇത്രയും പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ജനുവരി 20-നായിരുന്നു നമ്മളുടെ കുറ്റിയടി. 21-ാം തീയതി നമ്മൾ BCC ചെയ്തു. 20-ാം തീയതി തന്നെ നമ്മൾ എന്താ പറയുക, ഹിറ്റാച്ചി വെച്ച് തന്നെ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്ലോട്ട് ക്ലിയറാക്കിയത്, പ്ലോട്ട് മാന്തിയതൊക്കെ. അപ്പോൾ 21-ാം തീയതി BCC ചെയ്തു. 22-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ കല്ല് കെട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബെൽറ്റ്, അത് കഴിഞ്ഞ് പിന്നെ ബെൽറ്റ് വാർപ്പ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 7-8 ദിവസം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡാം പ്രൂഫ് അടിച്ചത്. ഡാം പ്രൂഫ് അടിച്ചിട്ട് നമ്മൾ മണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം നമ്മുടെ നാട്ടിൽ മണ്ണ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതിന് പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അങ്ങനെ പാസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി സമയമെടുക്കും. സോ എനിവേ അത് കിട്ടി. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനിയിപ്പോൾ നമ്മുടെ കട്ടള വെക്കുന്ന വീഡിയോസൊക്കെ തുടർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ഇൻഡോർ രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാമറ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡോക്ടർ വിഷൻ ബൾബ് ക്യാമറ എന്നാണ്. അതിന് ബൾബ് ഹോൾഡർ മാത്രം മതി, പിന്നെ ഒരു വൈഫൈ കണക്ഷനും മതി. അപ്പോൾ ഈ വൈഫൈ കണക്ഷനിനകത്തിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് V380 എന്ന് പറയുന്ന ആപ്പ് വഴിയായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബൾബ് ക്യാമറ ഉള്ളത് കൊണ്ട് നമുക്ക് സൈറ്റിലേക്ക് കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള ഒരു സമയ ലാഭം നമുക്ക് സെറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് ബൾബ് ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഈ പറയുന്നത്. നല്ല വ്യൂ ആണ്. HD SD ഉണ്ട്, മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും. മെമ്മറി കാർഡ് FAT32 മോഡൽ എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റുള്ള മെമ്മറി കാർഡാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് റീഡൊക്കെ ആവും. ഇപ്പോൾ ഇത് ക്യാമറയിൽ നിന്ന് എടുത്ത കുറച്ച് രംഗങ്ങളൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.